നമുക്കിനി ദുബായിയെ പറ്റി സംസാരിക്കാം. യുവന്മാർ എൻ്റെ ഇന്നും ടാപ്പ് ചെയ്യാറുണ്ട് BSNLൻ്റെ BSNLൻ്റെ ഫൈബർ ഓപ്റ്റിക് ബ്രോഡ്ബാൻഡ് അവൻ ടാപ്പ് ചെയ്തുകൊണ്ട്. യുവന്മാർക്ക് എന്തിനാണ് എൻ്റെ ഫോൺ ടാപ്പ് ചെയ്യണമെന്ന് മനസ്സിലാവണല്ലോ. എൻ്റെ ഫോണിൽ തന്നെ അവൻ്റെ ഒരു ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കാറില്ല. ഞാൻ എൻ്റെ രാജ്യത്തെ പറ്റി ഇവിടെയുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ എൻ്റെ ഫോണിൽ കൊടുക്കാറുള്ളൂ. ഇവനെന്തിനാണ് ഇവിടെ വന്ന് എൻ്റെ ഫോൺ ടാപ്പ് ചെയ്യുന്നത്? ആ ദുബായ് ഗ്രൂപ്പ്, പാകിസ്ഥാനിൽ നിന്നുള്ള ഡി കമ്പനി ഗ്രൂപ്പ്, അവർ എൻ്റെ ഫോൺ എന്തിനാണ് ടാപ്പ് ചെയ്യുന്നത്? BSNLൻ്റെ ഫോൺ അതേതായാലും ഇസ്രായേലി സോഫ്റ്റ്വെയറുകളൊക്കെ ഉപയോഗിച്ചാൽ ടാപ്പ് ചെയ്യണമെന്നോ കൂടി തന്നെ NSA പോലെയുള്ള സ്പൈവെയർ ഉപയോഗിച്ച് ടാപ്പ് ചെയ്യണമെന്നോ. അതിലിപ്പോൾ എനിക്ക് തോന്നുന്നത് അതിന് പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുവന്മാർക്ക് ഇതില്ല. യുവന്മാർക്ക് ഈ ദുബായ് രാജാവിൻ്റെ ഒക്കെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ചുമ്മാ അധികാരം കിട്ടിയേക്കല്ലേ ജീവിതകാലം മുഴുവൻ. കാരണം അവന് അവിടെ ഇലക്ഷനില്ല. അവന് ഈ പബ്ലിക്കിൻ്റെ കാശ് മേടിച്ച് ഇവന് ഈ ദുബായിൽ ഇലക്ഷൻ ഇല്ല. ഞാൻ പറഞ്ഞു ദുബായിൽ ഇലക്ഷൻ ഇല്ല. അവന് ആജീവനാന്തകാലം രാജാവ് എന്ന് പറഞ്ഞാൽ ഒരു ഏരിയയിൽ റൂളറായിട്ട് ഒരുത്തൻ ആജീവനാന്തം ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത് തന്നെ കറക്റ്റല്ല. അവിടെ ഇലക്ഷൻ നടത്തി കറക്റ്റായിട്ട് ജനങ്ങൾക്ക് അവിടെ അതൊരു രാജ്യമല്ല, അത് പ്രധാനമന്ത്രി ആവാൻ പറ്റില്ല. ശരിക്കും അവിടെ ഒരു ചീഫ് മിനിസ്റ്ററാണ്, ഒരു സ്റ്റേറ്റാണ്, സ്റ്റേറ്റിന് വേണ്ട ചീഫ് മിനിസ്റ്ററാണ്. അവിടെ ഒരു അസംബ്ലി ഫോം ചെയ്തിട്ട് ഇലക്ഷൻ നടത്തി അസംബ്ലി ഫോം ചെയ്തിട്ട് പാർലമെൻറ്റ് ഫോം ചെയ്യണമെങ്കിൽ അത് UAE പറ്റുള്ളൂ. അവിടെ ദുബായിൽ ചെയ്യാൻ നേരത്തെ സ്റ്റേറ്റ് ആയതുകൊണ്ട് അവിടെ ഒരു അസംബ്ലി ഫോം ചെയ്ത് അവിടെ ആ സ്റ്റേറ്റിലെ ഒരു ഗവർണറെ ഒന്നെങ്കിൽ ഒരു ഗവർണറെ ഡയറക്റ്റായിട്ട് ജനങ്ങൾ തിരഞ്ഞെടുക്കണം, അല്ലെങ്കിൽ ഒരു ചീഫ് മിനിസ്റ്റർ ജനങ്ങൾ തിരഞ്ഞെടുക്കണം. ഈ പരിപാടി അവിടെ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ പകുതി പ്രശ്നം തന്നെ. ഈ ബാക്കിയുള്ള ലോകത്തുള്ള മനുഷ്യരുടെ പുറകെ ഇവന്മാർക്ക് ഒരു പണിയില്ലാതെ ഇവനൊന്നും ഒരു പണിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഈ കണ്ട ഒരു ഡി കമ്പനി ഉണ്ട്. വന്നിട്ട് ഇവിടെ ഒരു കപ്പൽ ഇവിടെ ഒരു കൊച്ചിയിലൊരു പോർട്ട് എടുത്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഒരു എംബസി കൊണ്ടുവന്നു. ആ എംബസിയുടെ പ്രധാന കേന്ദ്ര ഗവൺമെൻറ് 2-3 കേസുകളുണ്ട്. ആ എംബസിയുടെ പ്രധാന പരിപാടി ഇത് കള്ളക്കടത്തും കള്ളനോട്ടും. അവിടെ എനിക്ക് തോന്നുന്നു അവിടെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇന്ത്യയിലെ കള്ളനോട്ട് അടിക്കേണ്ടതെന്ന്. അവർ എംബസിയുടെ ഉള്ളിൽ കയറി ഒന്ന് ചെക്ക് ചെയ്താൽ അറിയാം. ഡി കമ്പനിക്കാർ മിക്കവാറും ഇവിടെ തിരുവനന്തപുരത്തിലെ എംബസിയുടെ ഉള്ളിൽ കള്ളനോട്ട് അടിക്കേണ്ടാവും. അത് ഇന്ത്യ ഗവൺമെൻറ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള വിവരം കിട്ടും. കള്ളനോട്ട് അടിപ്പിക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു, ഇവിടെ വിതരണം ചെയ്യാൻ വേണ്ടിയാണെന്ന് ഇവിടെ ഒരു എംബസി തന്നെ തുടങ്ങിയത്. അതുമാത്രമല്ല ഇവിടെ ഒരു കൊച്ചിയിലൊരു എയർപോർട്ട് ഉണ്ടല്ലോ, ആ പോർട്ടിൽ എന്ത് ചെയ്ത് ആ പോർട്ട് കള്ളനോട്ട് 2 ലോറി കള്ളനോട്ട് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഇവിടെ വന്നെന്നാണ് അറിഞ്ഞു. കൊടിയേരി ആഭ്യന്തരമന്ത്രി ആയിരുന്ന കാലത്ത് 2 നോട്ട് കള്ളനോട്ട്. അത് ഏത് വഴി വന്നാൽ ഈ ദുബായ് പോർട്ട് വഴി. ദുബായ് പോർട്ടില്ല, ദുബായ് ഗവൺമെൻറ് കൊച്ചിയിൽ എടുത്തേക്കണ അവരുടെ ദുബായ് പോർട്ടിൻ്റെ അണ്ടറിലുള്ള കൊച്ചി പോർട്ട് വഴി വന്നു. എന്തിനാണ് ഈ കൊച്ചിയിൽ ഒരു വിദേശ ശക്തിക്ക് കൊടുക്കണത്? അത് ഇന്ത്യക്കാരനെ അവിടെ കൊടുത്താൽ പോരെ. അവിടെ അവർക്ക് അമേരിക്കയിലൊക്കെ നിയമനിർമ്മാണം ഒരു ഭേദഗതി ചെയ്തു. പോർട്ട് എയർപോർട്ട് അവിടുത്തെ നാഷണൽസിനെ പറ്റുള്ളൂ. എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് അത് ചെയ്തുകൂടാ? എയർപോർട്ട്, സീപോർട്ട്, ഡിഫൻസ്, ഈ 3 സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ത്യയിൽ റൺ ചെയ്യണമെങ്കിൽ അത് നാഷണൽസിനെ അല്ല ഇന്ത്യൻ നാഷണൽസിനെ മാത്രമേ അനുവദിക്കാനുള്ളൂ. മറ്റേ വിദേശ കമ്പനികൾക്ക് അതുപോലെ വേണമെങ്കിൽ മറ്റേ പാർട്ട്ണർഷിപ്പിൽ തുടങ്ങാം, ഡിഫൻസ് സെക്ടറിൽ വേണമെങ്കിൽ. പിന്നെ പോർട്ടിൽ അനുവദിക്കരുത്. പോർട്ടിലും
ലക്കും ലഗാനും ഇല്ലാത്തൊരുത്തനാണ്. KSRTC ബസ് എന്ന് പറഞ്ഞാൽ കണ്ണും കാണില്ല, മൂക്കും കാണില്ല, ലക്കും ലഗാനും ഉണ്ടാവില്ല. ആളുകൾ ജീവനം കൊണ്ട് ഓടുക ഈ ഉമ്മാർ വണ്ടി എടുത്തുകൊണ്ട് വരുമ്പോൾ റോട്ടിൽ നിന്ന് KSRTCക്കാർ. അപ്പോൾ ഈ ഞാൻ ആദ്യം വന്ന് പറഞ്ഞ പോയിലേക്ക് യുവമാരൊക്കെ ഈ ടാപ്പിംഗ് ചെയ്യുന്നതിന് ഒരു പ്രധാന കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്മാർക്ക് വേറെ പണിയൊന്നുമില്ല. അവിടെ ഇലക്ഷൻ നടത്തി അവിടെ ഒരു വ്യവസ്ഥായമായ ഒരു ഭരണകൂടത്തിലേക്ക് അധികാരം കൈമാറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീരും. ഞാൻ പറഞ്ഞ യുണൈറ്റഡ് നേഷൻസ് എത്രയും വേഗം ദുബായ് പോലെയുള്ള സ്ഥലങ്ങളിൽ ഇത്തരം ഭീകരന്മാരായ രാജാക്കന്മാരുടെ കയ്യിൽ നിന്ന് ഈ ലോകത്തിലുള്ള തീവ്രവാദികളൊക്കെ വളരെ ചെറുതാണ്. അവർക്ക് വലിയ കുഴപ്പക്കാരല്ല. ഏറ്റവും വലിയ തീവ്രവാദി ഇതുപോലെ കുറേ രാജാക്കന്മാരിരിപ്പുണ്ട്. അവരാണ് അവരാണ് ലോകം മുഴുവൻ നിന്ന് തീവ്രവാദ പ്രവർത്തനം നടത്തുന്നത്. അപ്പോൾ ഇത്തരം തീവ്രവാദ പ്രവർത്തനം നടക്കുന്ന രാജാക്കന്മാർ അവരവരുടെ ഏജൻറ്റുമാരെ ഉപയോഗിച്ച് ലോകം മുഴുവൻ തീവ്രവാദ പ്രവർത്തനം നടത്തുന്നുണ്ട്. ദുബായ് രാജാവിനെപ്പോലുള്ളവർ, അവർക്കെതിരെയാണ് യുണൈറ്റഡ് നേഷൻസും ഇവരും നടപടി എടുക്കേണ്ടത്.